മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസ് നേരിടുന്ന കാര്യത്തിൽ LDF-ൽ ഭിന്നാഭിപ്രായം. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള കേസെന്ന് CPM ആവർത്തിക്കുമ്പോൾ എക്സാലോജിക്ക് കേസ് LDF-ന്റെ കേസല്ലെന്ന് CPI പറയുന്നു. സാധാരണ പാർട്ടി പ്രവർത്തകൻ മുതൽ ജനറൽ സെക്രട്ടറി വരെ അണിനിരന്ന വീണയ്ക്ക് പ്രതിരോധം കിട്ടുന്നതിനിടയിലാണ് CPM-നെ ഞെട്ടിച്ച് CPI ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല എന്ന നിലപാടുമായി രംഗത്ത് വന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന നിലപാട് എടുത്ത CPI രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടായാണ് ഇതിനെ കാണുന്നത്. പ്രതികരണമൊന്നുമില്ല. രണ്ട് കമ്പനികൾ അവർ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. വീണ വിജയൻ്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും തന്നെയാണ്. വീണ വിജയൻ്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിൻ്റെ വിഷയമാണ്. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെടട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിൻ്റെ കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും. LDF മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായ താല്പര്യമില്ല. വ്യക്തമാണ്. കേസ് ഉന്നം വയ്ക്കുന്നത് വീണയല്ല മുഖ്യമന്ത്രിയെ തന്നെയാണെന്ന നിലപാട് പക്ഷേ ആവർത്തിക്കുകയാണ് CPI. ഇപ്പോൾ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള വലിച്ചിഴച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതി അത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രൂപപ്പെട്ടത് എന്ന കാര്യം സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്ന എല്ലാവർക്കും അറിയാം. എക്സലോജിക്കിനെ എന്തിനാണ് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് കെട്ടിപ്പോകുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ CPI CMRL എക്സാലോജിക് ഇടപാടിന്റെ വിഷയത്തിൽ രണ്ടു തട്ടിലായിരിക്കുന്നു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, CMRL എക്സാലോജിക് വിഷയത്തിൽ പണമിടപാട് കേസിൽ CPI-യും CPM-ഉം രണ്ട് തട്ടിലാണെന്ന സൂചനയാണോ ഇത് നൽകുന്നത്? അരുൺ, CPIM-നെ സംബന്ധിച്ച് CPI ഇന്നെടുത്ത നിലപാട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം CPIM-ന്റെ ഒരു പാർട്ടി പ്രവർത്തകൻ മുതൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി വരെ വീണ വിജയൻ്റെ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വെച്ചിട്ടുള്ളതാണ് എന്ന ന്യായീകരണം പറഞ്ഞ് മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിരോധ കോട്ട തന്നെ കെട്ടുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ആ സമയത്താണ് CPI അവരുടെ കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷം ആ യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് പറയുന്ന സമയത്ത് അത് വീണ വിജയനെതിരെയുള്ള കേസാണ്, മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന CPIM-ന്റെ വാദം മുഖവിലക്കെടുക്കാത്ത ഒരു നിലപാട് CPI-യുടെ സെക്രട്ടറി ബിനോയ് വിശ്വം എടുക്കുന്നത്. ബിനോയ് വിശ്വം പറയുന്നതനുസരിച്ച് ആണെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടും അതുമായി ബന്ധപ്പെട്ട കേസുമാണ് എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട SFIO എടുത്തിരിക്കുന്നത്. അതല്ലാതെ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി ഉന്നം വെച്ചിട്ടുള്ള ഒരു കേസല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ തിരിച്ചും മറിച്ചും ബിനോയ് വിശ്വത്തോട് ചോദിച്ചു, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാട് നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് എന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. LDF-ന്റെ മുമ്പിലുള്ള ഒരു വിഷയമല്ല എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എടുത്ത കേസെന്ന് ബിനോയ് വിശ്വം ഉറപ്പിച്ചു പറയുകയാണ്. ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്നത്. MV ഗോവിന്ദൻ അതേസമയം ഇത് വീണയെ ഉദ്ദേശിച്ച് വീണയെ പ്രതി ചേർത്തെങ്കിലും ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്ന പാർട്ടിയുടെ മുൻ നിലപാട് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്. സ്വാഭാവികമായും LDF-നകത്ത് ഭിന്ന അഭിപ്രായം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ രണ്ട് പാർട്ടി സെക്രട്ടറിമാരുടെ നിലപാടുകൾ.